ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ എക്സ്പ്ലോർ പേജ് എങ്ങനെ റീസെറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോ പോസ്റ്റുകൾ കാണാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ വൺ ടൈം ആ പോസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഏതെങ്കിലും പുതിയ പോസ്റ്റ് അതേ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റഗ്രാം സജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഫോളോ ചെയ്യാത്ത ഓരോ ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ വന്നിരിക്കും. സോ അതേപോലെ നിങ്ങൾ സെർച്ച് പേജിലായാലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോ പോസ്റ്റുകൾ കാണാൻ പറ്റും. സോ അതിനെ എങ്ങനെ റീസെറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് പേജിൽ തന്നെ ആവശ്യമില്ലാത്ത ഓരോ പോസ്റ്റുകൾ കാണാൻ പറ്റും. നിങ്ങൾ ഫോളോ ചെയ്യാത്ത ഓരോ പോസ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. അതേപോലെ നിങ്ങളെ സെർച്ച് ബാറിലും നിങ്ങൾക്ക് ഇതേപോലെ ആവശ്യമില്ലാത്ത ഇവിടെ ഫ്രണ്ട് പേജിൽ എന്തെങ്കിലും ഒരു പോസ്റ്റുകൾ കിടക്കുന്നുണ്ടാവും. സോ അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടി നിങ്ങൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ കാണുമ്പോൾ ഇവിടെ ലാസ്റ്റ് സെക്കൻഡ് ഓപ്ഷനിൽ റീസൺ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ ലിസ്റ്റുകളും ഇവിടെ കിടക്കുന്നുണ്ടാവും. അതിനെ നിങ്ങൾ ജസ്റ്റ് മുകളിൽ കാണുന്ന ക്ലിയർ ഓളിൽ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നിങ്ങളെ എല്ലാ സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ആവും. ഈ ഒരു സെറ്റിംഗ് ചെയ്താൽ മാത്രം പറ്റൂല, ഇനി 2 സെറ്റിംഗ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ബാക്ക് അടിക്കുക. നിങ്ങൾ യുവർ ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ലൈക്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത ഓരോ പോസ്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ടാവും. സോ ഞാൻ ഈ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് കൊടുത്തു. ലൈക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ ഈ പ്രൊഫൈലിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്തതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ സൈഡിൽ നിന്ന് സജഷനിൽ നിങ്ങൾക്ക് ഇതേ റിലേറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് പോസ്റ്റുകൾ കാണിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ലൈക്ക് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഡിസ്ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും റീൽ വന്നാൽ അതിനെ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ട് ഇൻട്രസ്റ്റഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ പോസ്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കുന്നു. സോ ഇവിടെ നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഓപ്ഷൻ കൊടുക്കുക. സോ അത് വന്നിട്ട് ഇവിടെ നിന്ന് മാറി. സോ ആ പോസ്റ്റ് വന്നിട്ട് എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ യുവർ ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നോട്ട് ഇൻട്രസ്റ്റഡ് കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെ വന്നിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് താഴെ കാണുന്ന റിമൂവ് എന്ന് കൊടുക്കുക. ഓക്കെ, സോ അത് വന്നിട്ട് റിമൂവ് ആവും. എന്നിട്ട് ബാക്ക് അടിക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കും. ഇൻട്രസ്റ്റഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ പോസ്റ്റിനെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് താഴെ കാണുന്ന റിമൂവിൽ ക്ലിക്ക് ചെയ്യുക. അത് മാറിക്കൊള്ളും. ഓക്കെ, അതിനുശേഷം ഒരു ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ് ആണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടൻറ് പെർഫോമൻസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന സെൻസിറ്റീവ് കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിൽ കിടക്കുന്നുണ്ട്, അതിനെ ജസ്റ്റ് നിങ്ങൾ ലെസ്സിലേക്ക് മാറ്റി കൊടുക്കുക. ഇവിടെ കൺഫേം എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് കാണാം. അതുവരെയും ബൈ.